ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യൂകോയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അതായത് ട്രേഡിംഗ് ആപ്പാണ്. ഇപ്പോൾ ബൈനാൻസ് അതുപോലെ തന്നെ കോയിൻ സ്വിച്ച്, വാസറക്സ് ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നിന്ന് നമുക്ക് ട്രേഡിങ്ങിലൂടെ എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എങ്ങനെ അത്യാവശ്യം പ്രോഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ട്യൂട്ടോറിയലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാലൻസ് കാണാം. ഏകദേശം $860 ഉണ്ട്, USDT ആണ്. ഇതിൽ ഞാൻ ഏകദേശം ഒരു 150 to $200 ആണ് ആകെ ഇൻവെസ്റ്റ് ചെയ്തതല്ല, ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എയർ ഡ്രോപ്പുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രോഫിറ്റുകൾ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടോക്കൺസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. XRP നല്ല രീതിയിൽ ഈ പ്രാവശ്യം ബുൾ റണ്ണിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെപ്പെ, ഷിബ്, ഇതെല്ലാം നേരത്തെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഈ മിമിഫൈ എന്ന് പറയുന്ന പുതിയ ടോക്കണാണത്. അതുപോലെ തന്നെ USDTയും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കുറച്ച് ക്യാച്ച്, ഇതെല്ലാം നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടിയ ചില ടോക്കൺസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന ടോക്കൺസിൽ നിന്ന് പ്രോഫിറ്റ് എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെയൊക്കെ കുറിച്ചാണ്. ഇത് ഈ ബുൾ റണ്ണിൽ മാത്രം വർക്കൗട്ട് ആവുള്ളൂ. കാരണം അതായത് ഇപ്പോൾ ബിറ്റ്കോയിൻ എല്ലാം നല്ല ഓൾ ടൈം ഹൈയിലൊക്കെ വന്നിട്ട് കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ടൈമാണ്. ഈ ഒരു സമയത്താണ് നമുക്ക് പ്രോഫിറ്റ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നത്. ഈ സമയത്തിൽ ഏകദേശം 1-2 ആഴ്ച മുമ്പ് തന്നെ നമ്മൾ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിച്ചേനെ. കാരണം നല്ല രീതിയിൽ ബിറ്റ്കോയിൻ എല്ലാം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ബേസ് ചെയ്തിട്ട് എല്ലാ ചെറിയ ചെറിയ ടോക്കൺസും കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇന്നലെ ലിസ്റ്റ് ചെയ്ത ഒരു ടോക്കണാണ് ഈ സുപ്ര എന്ന് പറയുന്നത്. ഇത് ലിസ്റ്റ് ചെയ്ത ടൈമിന് നല്ല രീതിയിൽ, അതായത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, 0.03 വരെ പോയിട്ട് വീണ്ടും താഴെ ഇറങ്ങി വീണ്ടും ഏകദേശം ഹാഫ് വരെ താഴെ പോയിട്ട് നോർമൽ റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള പുതിയ പുതിയ ടോക്കൺസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഇതൊന്നും മേടിക്കരുത്. ലിസ്റ്റ് ചെയ്യുമ്പോൾ മേടിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ടോക്കൺസ് എല്ലാം നിങ്ങൾക്ക് കാണാം, ലിസ്റ്റ് ചെയ്യുമ്പോൾ $1.28 ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം നല്ല രീതിയിലുള്ള സെല്ലിങ് വന്നതിന് ശേഷം എല്ലാം താഴെ പോയിട്ടുണ്ടാവും. കുറച്ചുകൂടി ചെറിയ രീതിയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ പുതിയ പുതിയ ടോക്കൺസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ചാർട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഏകദേശം $1.28 ഇത് ലിസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ കറൻറ്റ് റേറ്റ് നോക്കുമ്പോൾ $0.12 മാത്രമുള്ളൂ. അപ്പോൾ ചില ടോക്കൺസ്, പുതിയ ടോക്കൺസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അത് ഇടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ അറിയാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ലോസ് നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും പുതിയ ടോക്കൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ പർച്ചേസ് ചെയ്യും. ഏകദേശം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ $100 നമുക്കത് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു $25 ബൈ ചെയ്യും. ചിലപ്പോൾ വീണ്ടും അതൊന്നുകൂടി ഇടിയുമ്പോൾ വീണ്ടും ഒരു $25, അങ്ങനെ ആവറേജ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കിട്ടിയ പ്രോഫിറ്റാണ് എനിക്കിത് $859 അല്ലെങ്കിൽ $860 എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പർച്ചേസ് ചെയ്തത് ഈ മിമിഫൈ എന്ന് പറയുന്ന ടോക്കൺ. ഇതും സെയിം അതേ രീതിയിലാണ്. ചാർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇത് ലിസ്റ്റ് ചെയ്ത എമൗണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസമായിട്ടുണ്ടാവുള്ളൂ ഇത് ലിസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 0.88 സെൻസ് ആണ്. അതായത് $1 താഴെയായിട്ടാണ് ലിസ്റ്റ് ചെയ്തത്. പക്ഷേ ആ ദിവസം തന്നെ നല്ല രീതിയിൽ ഇതിന് ഇടിവ് വന്നിട്ടുണ്ട്. ഈ ചെറിയ അതായത് പുതിയ ടോക്കൺസിൻ്റെയൊക്കെ ചാർട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ സാധിക്കില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാലേ ആ ചാർട്ട് എടുക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ബൈ ചെയ്ത ആ ഒരു സ്ഥലവും സെല്ല് ചെയ്ത സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ബി എന്ന് പറയുന്നത് ഞാൻ ബൈ ചെയ്ത ആ ഒരു പൊസിഷനാണ്. ബൈ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 0.006 ആയ ടൈമിന്, ആ റേറ്റ് ആയിരുന്ന ടൈമിനാണ് ഞാൻ ബൈ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ബൈ ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ ഒരു ഇടിവ് വന്നിട്ട് വീണ്ടും അത് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ എസ് കാണിക്കുന്നത് ഞാൻ സെല്ല് ചെയ്ത പോയിൻ്റാണ്. ഇത് നമുക്ക് ഒന്ന് ആ സെല്ലിംഗ് പോയിന്റിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഈ എസ്സിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം എത്രയിലാണ്. 0.012 ആയപ്പോൾ ഞാൻ സെല്ല് ചെയ്തു. വീണ്ടും അത് താഴെ വന്നിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇടിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബി കാണുന്നത് വീണ്ടും ബൈ ചെയ്ത ആ ഒരു പൊസിഷനാണ് ഇവിടെ കാണുന്നത്. 0.009 ആയപ്പോൾ, അതായത് ഞാൻ സെല്ല് ചെയ്ത അവിടെ നിന്ന് നല്ല രീതിയിൽ ഇടിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ബൈ ചെയ്തു. വീണ്ടും അത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ലിസ്റ്റ് ചെയ്ത ടോക്കൺസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ന്യൂ എന്ന് പറയുന്ന സെക്ഷനിൽ പ്രസ് ചെയ്താൽ കാണാൻ സാധിക്കും.
ഇതുപോലെ ഏതെങ്കിലും ഒരു ടോക്കൺ എടുത്ത് നോക്കുക, ലിസ്റ്റ് ചെയ്ത് എമൗണ്ടും മറ്റു കാര്യങ്ങളും ഏറ്റവും മുകളിൽ കാണുന്ന എമൗണ്ട് ആയിരിക്കും, അതായത് 24 hours ഹൈ ആയിരിക്കും അവർ ലിസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള എമൗണ്ട്. അതിനുശേഷം അത് ഏകദേശം ഒരു പകുതിയിൽ മേലെ വരെ ഇടിഞ്ഞിട്ട് വീണ്ടും ഒരു കൺസോളിഡേഷൻ സ്റ്റേജിൽ പോയിട്ട് വീണ്ടും അത് കയറി ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 3 ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ക്രോസ് ചെയ്തിട്ട് മുകളിലേക്ക് കുറച്ച് വരുമ്പോൾ നമുക്കിത് ബൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ താഴെ ഇവിടെ ഇതിൻ്റെ വോളിയം കാണാം. ഇപ്പോൾ അത്യാവശ്യം വോളിയം കുറവാണ്. വോളിയം കൂടുന്ന രീതിയിൽ നമുക്കത് ബൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പച്ച വലിയ രീതിയിൽ, അതായത് ഈ ഒരു ക്യാൻഡിൽ നല്ല കുറച്ചുകൂടി വലിയ രീതിയിൽ വരുമ്പോൾ അതിൻ്റെ വോളിയം നമുക്ക് കാണാൻ സാധിക്കും, എത്ര വോളിയം ആളുകൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കുറച്ചുകൂടി വലിപ്പത്തിൽ വരികയാണെങ്കിൽ, അതുപോലെ തന്നെ താഴെയുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ഇൻഡിക്കേറ്ററാണിത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് കാണാൻ സാധിക്കും. EMA ഒരു ഇൻഡിക്കേറ്റർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ MACD യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഏത് വേണമെങ്കിലും, ഞാൻ ഇത് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് പരിചയമുള്ള നല്ല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് EMA യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ MACD യൂസ് ചെയ്യുന്നുണ്ട്, RSI വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 ഇൻഡിക്കേറ്റേഴ്സാണ് മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്നത്. മറ്റൊരു ടോക്കൺ നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ സുപ്ര എന്ന് പറയുന്ന ടോക്കൺ ഏകദേശം ഇന്നലെ ഞാൻ തോന്നുന്നു റിലീസ് ചെയ്തതാണ്. അത് ഏകദേശം 1187% കയറിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിലും കൂടുതൽ ഇത് ലിസ്റ്റ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട്. ഏകദേശം 0.03 വരെ ലിസ്റ്റ് ചെയ്തപ്പോൾ വന്നിരുന്നതാണ്. പക്ഷേ അതിനുശേഷം നല്ല രീതിയിൽ ഇടിവ് വന്നു. അതാണ് ഞാൻ പറയുന്നത്, ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മേടിക്കാതിരിക്കുക. കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് ഓൾ ടൈം ഹൈയിലൊക്കെ പോയിട്ട് ആളുകൾ സെല്ല് ചെയ്യാൻ തുടങ്ങും. സെല്ല് ചെയ്യാൻ തുടങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള ഇടിവ് വരും. ഓക്കെ, ഇടിവ് ഏകദേശം പകുതിയിൽ താഴെ, അത് ഭാഗത്തോളം ഇടിവ് വന്നതിന് ശേഷം വീണ്ടും അത് കയറി. ഈ ഒരു പൊസിഷനിലൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ നമുക്ക് കാണാം ഇതിൻ്റെ വോളിയം എല്ലാം നല്ല രീതിയിൽ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നോക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഡ് ക്യാൻഡിലാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സും നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്തിട്ടെങ്കിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ബുൾ റണ്ണിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു അവസ്ഥയിൽ. അതായത് ഇപ്പോൾ ബിറ്റ് കോയിനൊക്കെ ഇടിവ് വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള ലോസ് ഫ്യൂച്ചറിൽ വരും. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഒരവസ്ഥയിൽ അത്യാവശ്യം എല്ലാ ടോക്കൺസും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യൂ കോയിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം കറൻ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള കോയിൻ ഏതാണ്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്ന കോയിൻ ഏതൊക്കെയെന്ന് ഇതിൻ്റെ ഈ ജെം ബോക്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഗെയിമിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഇതായതാണ്, സോൾ ആയത് കാരണമാണ് ജെം ബോക്സ് എന്ന് കാണിക്കുന്നത്. അതല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇപ്പോൾ സോൾ എന്ന് എഴുതി കാണിക്കുന്ന ഈ ഒരു സെക്ഷനിൽ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറൻ്റ്ലി ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം 71.4% ആളുകൾ ഇപ്പോൾ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഇത് കയറാൻ ചാൻസ് ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അതുപോലെ സെല്ലിംഗ് പ്രഷർ വളരെ കുറവാണ്. 80% ഓഫ് വെയിൽസ് ആർ ബൈങ്, അതായത് വലിയ വലിയ ബയ്യേഴ്സ് ഇതിപ്പോൾ ബൈ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഇൻഡിക്കേറ്ററാണ് കാണിക്കുന്നത്. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ, ഈ ഒരു സോൾ എന്ന് പറയുന്ന ഇതിൻ്റെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചതുപോലുള്ള അതിൻ്റെ ചാർട്ടും മറ്റു കാര്യങ്ങളും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഇതിൻ്റെ ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ലോങ് ടേം ഒന്നും ഇത് നിങ്ങളിപ്പോൾ ബൈ ചെയ്യാൻ പാടില്ല. ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ മാക്സിമം ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ബൈ ചെയ്യുക. ഞാനിപ്പോൾ എപ്പോഴും എടുത്ത് നോക്കുന്നത് 5 മിനിറ്റ് ചാർട്ടാണ്. നമുക്കിപ്പോൾ ബൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇതിൻ്റെ ചാർട്ട് ഏറ്റവും താഴെ കാണുന്ന ഇൻഡിക്കേറ്ററൊക്കെ ഇപ്പോൾ കുറച്ച് നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെവൽസ്, അതായത് വോളിയം എല്ലാം ഇപ്പോൾ റെഡിനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വോളിയം വളരെ കുറവാണ്. ഈ സമയം നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഈ ഒരു ഇൻഡിക്കേറ്റർ വന്ന ടൈമിന്, അല്ലെങ്കിൽ ഈ ഒരു വോളിയം വന്ന ടൈമിന് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ അത് വിൽപ്പന നടത്താനും സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വോളിയം താഴെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാർട്ടും ഏറ്റവും താഴെയുള്ള ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതിവിടെ ക്രോസ് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവൽ വരെ നമുക്കിപ്പോൾ ഇവിടെ ബൈ ചെയ്യാം, ഇവിടെ സെല്ലും ചെയ്യാമായിരുന്നു. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ ബൈ ചെയ്യാം, എന്നിട്ട് ഈ ഒരു ഏതെങ്കിലും ഒരു ലെവലിൽ വരുമ്പോൾ നമുക്ക് സെല്ലും ചെയ്യാമായിരുന്നു. ഇനി ഇത് താഴെ പോകുമ്പോൾ വീണ്ടും ബൈ ചെയ്യാം. അപ്പോൾ ഇൻട്രാഡേക്ക് വേണമെങ്കിലും ചെയ്യാം.
ഈ ചെയ്യുന്ന വേർഡ്സൊക്കെ ഞാൻ ഈ പറയുന്ന വേർഡ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് അത്യാവശ്യം ട്രേഡ് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും എന്തായാലും. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. മെയിൻലി ഈ ക്യൂ കോയിൻ നിങ്ങൾ യൂസ് ചെയ്യുക. ക്യൂ കോയിനിൽ ഒരുപാട് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു സ്പെഷ്യൽ ഓപ്ഷൻ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ബൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നതുമായ ടോക്കൺസ് ഫ്രണ്ട് പേജിൽ തന്നെ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം XRP ഡോജ് എല്ലാം ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇവിടെ വരുന്ന ഈ ടോക്കൺസ് ജസ്റ്റ് എടുത്ത് നോക്കുക, ബയ്യേഴ്സിൻ്റെ അളവും മറ്റു കാര്യങ്ങളും നോക്കുക, അതുപോലെ തന്നെ ഇവരുടെ ചാർട്ടും നോക്കുക. ചാർട്ട് ഇപ്പോൾ പോസിറ്റീവാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇപ്പോൾ ഇത് നെഗറ്റീവ് ആയിട്ടാണ് ഈ ചാർട്ട് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നത്, അതുപോലെ തന്നെ വോളിയം കാണിക്കുന്നത്. അപ്പോൾ റെഡ് ക്യാൻഡിൽ ഇവിടെ കത്തിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കറൻ്റ്ലി. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ക്യാൻഡിലിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് പിടികിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ ഇത് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. മിക്കവാറും ഈ താഴെയുള്ള ഈ സപ്പോർട്ട് ലെവൽ വരെ വന്നിട്ട് വീണ്ടും തിരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവൽ വന്നിട്ട് ഇവിടെ ഇടിച്ചിട്ട് വീണ്ടും തിരിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് പോസിറ്റീവ് ആയത് കാരണമാണ് നമ്മൾ ഇങ്ങനെയുള്ള ട്രേഡിംഗ് ചെയ്യുന്നത്. ഈ മിമിഫൈ എന്ന് പറയുന്ന ഈ ഒരു ടോക്കൺ റീസെൻ്റ്ലി ലിസ്റ്റഡ് ആണ്. പക്ഷേ നല്ല രീതിയിൽ, അതായത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ഒരു എയർ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഞാനത് കുറച്ച് എയർ ഡ്രോപ്പ് ചെയ്തിരുന്നുള്ളൂ. ഇത് ഫേക്ക് ആണോ ജെനുവിൻ ആണോ എന്നുള്ള ഡൗട്ട് ഉള്ളത് കാരണം ഞാൻ ചെയ്തിരുന്നില്ല. പക്ഷെ അത് ജെനുവിൻ ആയിരുന്നു, ലിസ്റ്റഡും ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റും ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടോക്കണാണ് ഞാനിപ്പോൾ മെയിൻലി ട്രേഡ് ചെയ്യുന്നത്, മിമിഫൈ ടോക്കൺ. എൻ്റെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ തന്നെ നിങ്ങളൊന്നും പോയി ഇൻവെസ്റ്റ് ഒന്നും ചെയ്യരുത്. ഞാൻ പേഴ്സണലായിട്ട് റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ന്യൂ കോയിൻ എടുത്ത് നോക്കുക, എന്നിട്ട് പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്ത ടോക്കൺ ഒന്ന് നോക്കുക. അതിൻ്റെ 1 ഡേ ഹൈയും മറ്റു കാര്യങ്ങളും നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഡേ നല്ല രീതിയിൽ കയറിയിട്ട് ഏകദേശം പകുതി വരെ ഇടിഞ്ഞിട്ടുണ്ട്. ഇതും അത്യാവശ്യം കുറച്ചുകൂടി വോളിയമൊക്കെ കയറുമ്പോൾ അടുത്ത ക്യാൻഡിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വോളിയം എല്ലാം കയറുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ടോക്കൺസൊക്കെ നിങ്ങൾക്ക് പുതിയ ടോക്കൺസൊക്കെ നിങ്ങൾക്ക് ഇവിടെ എടുത്ത് നോക്കാം. ഈ ടോക്കൺ ഏകദേശം 1.2 ഞാൻ നേരത്തെ പറഞ്ഞത് $1.2 വരെ കയറിയിട്ട് ഇടിഞ്ഞ ടോക്കണാണ്. ഇതിൻ്റെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. വലിയ എമൗണ്ടൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൂടി നോക്കുക നിങ്ങൾ. അതിന് വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾ കോയിൻ ഇൻഫോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെ കംപ്ലീറ്റ് വെബ്സൈറ്റും ഡോക്യുമെൻറ്റേഷൻ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാക്സിമം സപ്ലൈ മറ്റു കാര്യങ്ങളെല്ലാം കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂപ്ര എടുത്ത് നോക്കുക, അതിൻ്റെ കോയിൻ ഇൻഫർമേഷനൊക്കെ എടുത്ത് നോക്കുക, ഇതിൻ്റെ വെബ്സൈറ്റ് നോക്കുക, കോൺട്രാക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ടോക്കൺ എടുക്കുമ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇപ്പോൾ ബയ്യേഴ്സാണോ സെല്ലേഴ്സാണോ കൂടുതൽ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ ഏകദേശം നോർമലായിട്ടുള്ള ബയ്യേഴ്സും സെല്ലേഴ്സാണ്, അതായത് ഒരേ ലെവലിലുള്ള ബയ്യേഴ്സും സെല്ലേഴ്സിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലൂസറായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോക്കൺ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ഇടിവ് വന്നിട്ടുള്ള ടോക്കണാണ്. ഏറ്റവും താഴെ നോക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം, ബയ്യേഴ്സും സെല്ലേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ചെറിയൊരു അനലൈസേഷൻ നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. അതായത് ന്യൂ ടോക്കൺസ് എങ്ങനെ ലിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. അതായത് പുതിയ ടോക്കൺസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, 8 hours അല്ലെങ്കിൽ 60 minutes എടുത്ത് നോക്കുക. എന്നിട്ട് ഏറ്റവും ഹൈയിൽ പോയിട്ടുള്ള എമൗണ്ടും അതുപോലെ തന്നെ വീണ്ടും കയറാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ടോക്കൺ ഞാനിപ്പോൾ എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് താഴെ വോളിയം വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിലൊന്നും ഇൻഡിക്കേറ്റേഴ്സ് വർക്കാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള നോർമൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് എടുക്കണം. എന്നാൽ മാത്രമേ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം ലിസ്റ്റ് ചെയ്ത എമൗണ്ടും അതുപോലെ തന്നെ അതിനുശേഷം ഭാഗം വരെയും ഏകദേശം 3/4 വരെ ഇടിഞ്ഞിട്ട് വീണ്ടും കയറാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഞാൻ എടുത്ത ടോക്കൺസ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത ടോക്കൺസിൻ്റെ ബൈയും സെല്ലും ലിമിറ്റുകൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഫോർ എക്സാമ്പിൾ XRP എന്ന ടോക്കൺ ഞാൻ ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്ത ഒരു ടോക്കണാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബൈ ചെയ്ത പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സെക്ഷനിൽ ഞാൻ ഇത് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെല്ല് ചെയ്ത സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും മുകളിൽ നിന്നാണ് ഞാൻ സെല്ല് ചെയ്തത്. അതിനുശേഷം അത് അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നത് കണ്ടിട്ട് വീണ്ടും ഒന്ന് ബൈ ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏകദേശം ഒരു $50, ഞാനിപ്പോൾ $100 or $150 ഒക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും, $50 ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. വീണ്ടും ഒന്നുകൂടി താഴെ പോകുമ്പോൾ ഒന്ന് ആവറേജ് ചെയ്ത് വീണ്ടും $50, പിന്നെ അത് മുകളിലേക്ക് പോയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
ഇനി നമ്മൾ ഇത് ഒന്ന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കയറാൻ വേണ്ടിയിട്ട്, കാരണം ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് $1.6 ആണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് $1.4 ആണ്. എന്തായാലും ഓൾ ടൈം ഹൈ കഴിഞ്ഞിട്ട് ഇത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ബുൾ റൺ കാരണമാണ്. മാർക്കറ്റ് നല്ല മാർക്കറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള പ്ലേകൾ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുള്ളൂ. മാർക്കറ്റ് കൊള്ളില്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് കാര്യമില്ല, കാരണം നല്ല രീതിയിലുള്ള ഇടിവിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചാർട്ട് അനലൈസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യൂ കോയിനിൽ ചെയ്യുക. ക്യൂ കോയിനിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ ജോയിൻ ചെയ്യുക. KYC കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ബുൾ റണ്ണിൽ നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റ് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ നല്ലൊരു എമൗണ്ട് കിടക്കുന്നത് വാസറക്സിലാണ്. ഇതിൽ ഏകദേശം ഇപ്പോൾ ഒരു $600 ഈ മാസം എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 600 സംതിങ് ഡോളേഴ്സ് ഈ ഒരു മാസം ഈ ഒരു ക്യൂ കോയിനിൽ നിന്ന് എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വാസറക്സ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാസറക്സിൽ ഇതിപ്പോഴും ബ്ലോക്കാണ് നമ്മളുടെ അക്കൗണ്ട്. കാരണം ഇതിനു മുമ്പ് ഒരു സ്കാം ഇതിൽ നടന്നത്, അതായത് ഹാക്കേഴ്സ് നല്ലൊരു എമൗണ്ട് ഇതിൽ നിന്ന് ഏകദേശം 2000 കോടി ഡോളറിനടുത്ത് വരുന്ന എമൗണ്ട് ഇതിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കേസും മറ്റു കാര്യങ്ങളുമായത് കാരണം നമ്മുടെ അക്കൗണ്ട് എല്ലാം ബ്ലോക്കാണ്. ഇതിൽ എമൗണ്ട് ഒന്നും കാണിക്കുന്ന എമൗണ്ട് ഒന്നുമല്ല, ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് പെപ്പെ ഞാൻ വളരെ താഴ്ന്ന എമൗണ്ട് ഉള്ള ടൈമിന് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇത് ഫ്രീസായ എമൗണ്ട് എന്ന് പറയുന്നത് 40 1180 ആയിട്ടുള്ള എമൗണ്ടിലാണ്. പക്ഷേ ഇപ്പോഴത്തെ എമൗണ്ട് ഇതിൻ്റെ ഏകദേശം ഇരട്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാസറക്സ് കേസെല്ലാം കഴിഞ്ഞ് നോർമൽ ആവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടാനുള്ള വകുപ്പുണ്ടാവും. ഏകദേശം ഇതിൻ്റെ ഇരട്ടി ഇപ്പോൾ എനിക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവരൊരു റീബാലൻസിങ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതെന്തെന്ന് വെച്ചാൽ ഇത് ട്രൈ നൗ കൊടുക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴ് വിഡ്രോ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് കിട്ടുമെന്നാണ്. ഏകദേശം 65,000 മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇത് ആളുകൾ എന്തായാലും സമ്മതിക്കില്ല, കാരണം അത്ര വലിയ എമൗണ്ടൊക്കെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം പകുതി എമൗണ്ടാണ് ഈ റീബാലൻസിങ് എമൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്, കേസും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇത് നോർമലായിട്ട് ഈ ഒരു എക്സ്ചേഞ്ച് ഓപ്പൺ ആകുമ്പോൾ നോർമൽ ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരും ഇതിൽ നിന്ന് ഇപ്പോൾ എന്തായാലും വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. വിഡ്രോ ചെയ്യുന്ന സമയത്തും നിങ്ങൾ വിഡ്രോ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ എത്രയോ മടങ്ങ് ഇതിപ്പോൾ മാർക്കറ്റിൻ്റെ ഇതനുസരിച്ച് വാല്യൂ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു നോർമൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 77 കാണിക്കുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 1.5 lakhs എനിക്കിതിൽ നോർമൽ ഇപ്പോൾ പെപ്പെ നമുക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. കാരണം അത്രയും വലിയ രീതിയിൽ പെപ്പെ എല്ലാം മുകളിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് ഒരുപാട് ടോക്കൺസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം പ്രോഫിറ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ പെപ്പയിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വിഡ്രോവും അതുപോലെ തന്നെ വിഡ്രോവലൊക്കെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് വാസറക്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാസറക്സിൽ എമൗണ്ട് ഉള്ള ആളുകൾ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അവരെ കേസും മറ്റു കാര്യങ്ങളെല്ലാം തീരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ക്യൂ കോയിൻ ജോയിൻ ചെയ്യുക. ചെറിയ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്ത് നോക്കുക. പഠിച്ചതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രേഡിംഗ് നടത്തുക നിങ്ങൾ. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന പുതിയ ടോക്കണിൻ്റെ ട്രിക്കെല്ലാം ഈ ബുൾ റണ്ണിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. മാർക്കറ്റ് കൊള്ളൂല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പുതിയ ടോക്കൺ എല്ലാം ഇടിയാൻ സാധ്യതയുണ്ട്. ലോങ് ടേം ഒന്നും നിങ്ങൾ പുതിയ ന്യൂ ടോക്കൺസിലൊന്നും ഇടാതിരിക്കുക. ഏകദേശം 2-3 ദിവസം പ്രോഫിറ്റ് കിട്ടിയാൽ അപ്പോൾ തന്നെ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് സെൽ ഔട്ട് ചെയ്യുക, പ്രോഫിറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.